ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓഗസ്റ്റ് 20 ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഞാൻ കുറെ കപ്പിൾ വ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ വൈഫ് ഹസ്ബൻഡ് ആസ്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ കണ്ടു. അപ്പം എന്നാ പിന്നെ ഞങ്ങളും അങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനലൊക്കെ വളർത്താൻ സഹായിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പെട്ടെന്ന് തോന്നുന്ന അൽമാരി പറയാ, ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, നോ പ്രോബ്ലം. ഇറ്റ്സ് ലൈക്ക് വെരി കാഷ്വൽ ടോക്ക്. സോ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ. ഓക്കെ, അപ്പൊ ആദ്യം കുറച്ച് സിമ്പിൾ ചോദിച്ചു കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. മൈ ഫേവറേറ്റ് ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. ആകെ ഒരു ഫ്ലേവർ വീട്ടിൽ കഴിക്കാറുള്ളൂ. വെരി ഗുഡ്, 1 point കിട്ടിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. നിങ്ങളുടെ അടുത്ത എപ്പിസോഡില് അല്ല, അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറെ ചോദ്യം ഉണ്ടാക്കിയുണ്ട്. വാനില ആക്ച്വലി ഐസ്ക്രീമിൽ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. ഞാൻ മിക്കതൊന്നും കഴിക്കും. ഇഷ്ടമല്ലാത്തതുണ്ട്. ഞാൻ അടുത്തോട്ട് അപ്പൊ ഒന്നാണ്. അടുത്ത സിമ്പിൾ ചോദ്യമാണ്. What is your favorite food that I cook for you? Favorite food that I cook for you. ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ഇഷ്ടമല്ലാന്ന് പറയുന്നേക്കരുത്. എന്റെ ഫുഡ് നല്ലതല്ലേ ഗൈസ്? സത്യം പറയണമെന്നോ? സത്യം. ഭയങ്കര ബോറല്ല, കിടിലാണ്. ഇനി പറയിപ്പിച്ചൊന്നുമല്ല, സത്യമാണ്. ഞാൻ നന്നായി ഉണ്ടാക്കുന്നുണ്ട്. ഏതാ ഇഷ്ടം ഞാൻ ഉണ്ടാക്കണത്? ബിരിയാണി ഇഷ്ടമാണ്, ഇപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ഇഷ്ടമാണ്, പിന്നെ എന്താ ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഫേവറേറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചും കൂടുതലായിട്ട് നിൽക്കുന്നില്ല. എല്ലാം നല്ല പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഉണ്ടാക്കാറുണ്ട്, എന്നെ കൊണ്ട് തീറ്റിപ്പിക്കാനായിട്ട്. ഏതൊക്കെയോ ഉണ്ടാക്കാറില്ലേ ഉപ്പേരികൾ. ഇവിടെ ഒന്നും കഴിക്കില്ല. സോ ഞാനെല്ലാം ഉണ്ടാക്കും, കഷ്ടപ്പെട്ട് കഴിക്കും. നല്ലതല്ലേ? നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചാലാണ് ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് പറഞ്ഞു കൊടുക്കും ഗൈസ്. പക്ഷെ ഒരേ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ, നമ്മൾ എൻജോയ് ചെയ്യണം. ഇടയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാലോ. ഇനി അടുത്ത ചോദ്യം, അതും എളുപ്പമാണ് കേട്ടോ. വാട്ട് ഇസ് മൈ സോഡിയാക് സൈൻ? മൈ സോഡിയാക് സൈൻ ജെമിനി അങ്ങനെയൊക്കെ. എന്റെ സോഡിയാക് സൈൻ ഏതാണെന്നോ? എനിക്ക് അധികം വിശ്വാസമല്ല, എന്നാലും ഞാൻ ജനിച്ചൊരു സോഡിയാക് അല്ലേ. ക്ലൂ നവംബർ മാസത്തിലാണ്. നവംബർ 24 എന്റെ ബർത്ത്ഡേ. സോ അപ്പം അതിന്റെ തൊട്ട് മുന്നോ എന്തോ വരെ സ്കോർപ്പിയോണോ, അതിന്റെ അപ്പുറത്തെ സ്കോർപ്പിയോണോ അങ്ങനെ എന്തോ ആണ്. സാജിറ്റേറിയസ്. ഓക്കെ, കറക്റ്റ്. ഗ്ലൂ തന്നാനല്ലേ കിട്ടിയത്? ഓക്കെ, അടുത്ത ചോദ്യം ഭയങ്കര എളുപ്പമാണ്. വിച്ച് ഹോസ്പിറ്റൽ വാസ് ഐ ബോൺ? ഞാൻ ഏത് ഹോസ്പിറ്റലാണ് ജനിച്ചത്? ഏതാണ് ആ ഹോസ്പിറ്റലിന്റെ പേര്? ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഒരു വട്ടം പറഞ്ഞു. 10 years later. കടലുണ്ടിയിലാണ്. അത് കിട്ടി. കുഴപ്പം. അതും കിട്ടി.
ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്മേന്റെ വീട്ടിലേക്ക് പോയപ്പോ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ സെന്റോ 10 years later. ക്ലൂ എന്ന് വെച്ചാൽ പേരൊന്നുമില്ല, ഇറ്റ്സ് ആക്ച്വലി an abbreviation. 3 ലെറ്റർ ABC ഹോസ്പിറ്റൽ അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. കണ്ട ഗൈസ്, ഞാൻ 100 വട്ടം എന്റെ ജനിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഒന്നും ഓർമ്മയില്ല. അത് അബ്രിവേഷൻ ആയതുകൊണ്ടാണ് ഓർമ്മ വരാത്തത്. അല്ലെങ്കിൽ അങ്ങോട്ട് 3 സെക്കൻഡ് തരാം. ആൻസർ TMH ഹോസ്പിറ്റൽ കടലുണ്ടി കോഴിക്കോട്. അതിനെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ജനിച്ചവിടെ തൃപ്രയാറ്. ഞാൻ നേരത്തെ ചോദിച്ചോളൂ. തൃപ്രയാണ് ഗൈസ് വീട്. തൃപ്രയാറ് വീടാണ്, ഞാൻ ജനിച്ചവിടെ അല്ല. അടുത്ത ഞാൻ ചോദിച്ചോളൂ. ഓക്കേ ഗൈസ്, അപ്പൊ അതിൽ തോറ്റുപോയി ഗൈസ്. ഞാൻ 100 വട്ടം പറഞ്ഞത് തോറ്റുപോയി. ഞാൻ പിന്നെ സ്ഥലെങ്കിലും പറഞ്ഞു. ഒരു ബന്ധമില്ലാത്ത തൃപ്രയാറ് പോയിട്ട് ഒരു ബന്ധമില്ല. നെയ്ബർ അല്ലേ? തൃപ്രയാറ് നെയ്ബർ അല്ലേ? 10 years later. എന്നാല് ഞാൻ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിന്റെ സ്ഥലം എവിടെയാണ്? സ്കൂളിന്റെ പേരല്ല, സ്ഥലം. ഞാൻ 10ാം ക്ലാസ് ഏത് സ്ഥലത്താണ് പഠിച്ചത്? ഗൈസ്, ഞാൻ 6 സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെ, കുറച്ചു 10ാം ക്ലാസ് പഠിച്ചത് പാലക്കാട് അല്ല, തെറ്റി. അത് 12ാം ക്ലാസ്സാണ്. ഏകദേശം ക്ലോസ് ആയി. അല്ല 10ാം ക്ലാസ് എന്നാണ് ചോദ്യം. സ്കൂളിന്റെ പേരാണ് ഞാൻ പറയണം. ഗിർദിവ മെദനി സെൻട്രൽ സ്കൂൾ. അതായിരുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിന്റെ പേര്. 10 years later. എനിക്ക് പറയാൻ 2 ഓപ്ഷൻ തോന്നുന്നു. Yeah, you can tell your 2 options, no problem. ആലുവ, No. ഇടുക്കി. ഞാൻ ഇടുക്കി നിന്നിട്ടും കൂടി ഇല്ല കേട്ടോ. തോറ്റു ഗൈസ്, തോറ്റു. ക്ലൂ തന്നെ എറണാകുളത്തിന്റെ നെയ്ബറാ. കേരളത്തിന്റെ മാപ്പ് ഓഫ് മരട്ടെ. എന്താ എറണാകുളത്തിന്റെ ഭയങ്കര നെയ്ബറാ. എന്താ തൃശ്ശൂരാണ്, പക്ഷെ ഞാൻ ആൻസർ അതല്ല. പിന്നെ തെക്കോട്ട് പിന്നെ ആലപ്പുഴ. പുറത്ത് ആലപ്പുഴ വഴിയല്ലാണ് കോട്ടയം. കോട്ടയം. ഞാൻ ഇടുക്കിന്ന് ഉദ്ദേശിച്ചു കോട്ടയം. ചെറുതായിട്ടൊന്നും മാറിയതാ. കോട്ടയത്ത് തന്നെ. കോട്ടയം സിറ്റിയിലായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് ഫോൺ ഉണ്ടോ കയ്യില്? What was the last thing you searched in Google? സത്യം പറയണം. കുറച്ച് പ്രശ്നമാണ്. എന്താ? ഓ, സത്യ ഇൻ ബാംഗ്ലൂർ ഗൈസ്. ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, പിന്നെ കുറച്ച് പൈസയേ ഉള്ളൂ സത്യക്ക്. അല്ല, നമ്മുടെ ഏരിയയിലൊന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കിയതാണ്. ഞങ്ങൾ നല്ല സദ്യ കിട്ടുന്ന വല്ല സ്ഥലമൊക്കെ കിട്ടുകയാണെങ്കിൽ ലൈക്ക് ഇൻ ബാംഗ്ലൂർ ഞങ്ങൾ തീർച്ചയായും പറ്റി വ്ലോഗ് ചെയ്യുന്നതാണ്. കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നിൽക്കുന്ന ഏരിയ അധികം മലയാളി ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. കുറച്ച് ദൂരം പോയാൽ ബാംഗ്ലൂർ 10 കിലോമീറ്റർ, നാട്ടിലത്തെ ഒരു 10-30 കിലോമീറ്ററിന് തുല്യമാണ്. ബാംഗ്ലൂർ വന്നതൊക്കെ ഇതിന്റെ ഗുഡൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം.
കൂട്ടിന് എപ്പോഴെങ്കിലും എന്നെ ഓർത്ത് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തിട്ടുണ്ടോ, അഭിമാനം ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രൗഡ്, അഭിമാനം. ഒന്നുമില്ലെന്നോ തോന്നുന്നു. ക്വസ്റ്റ്യൻ ക്യാൻസൽ. ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പൂജ ചെയ്യുന്നുണ്ട്. അതൊക്കെ അല്ലല്ല, ഈ ആങ്കറിങ്, അതായത് പൂജയുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ അപ്പോഴാണ് കാണുന്നത്. പൂജ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാം അങ്ങനെ അത്ര ആൾക്കാരുടെ മുമ്പിൽ മൈക്ക് പിടിച്ച് പറയാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അപ്പോഴേ കൈകാലം പറയും. സംഭവം ഞാൻ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ കണ്ടന്റ് ഒക്കെ അത് അപ്പ പറയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇത് തോന്നിയിരുന്നു. പിന്നെന്താ ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ആങ്കറിങ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലാണ്. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റഡ് മീൻസ് ലൈക്ക് ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ലൈക്ക് ഞാനൊന്ന് റിസർച്ച് ചെയ്യും എന്താ കണ്ടന്റ്സ്, എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ പറയുന്ന പിന്നെ ഒരു 1-2 മിനിറ്റ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി അങ്ങനെ വരും. അതാണ് പിന്നെ ഉള്ള കാര്യം ഇംഗ്ലീഷ്. താങ്ക് യു. പണ്ടേ മുതലേ ആൾക്കാർ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഞാൻ സിംഗാണ്. പൊക്കി പറയിപ്പിച്ചേക്ക അല്ല, അങ്ങനത്തെ ചോദ്യം ഇട്ടിട്ട് എന്നെ കൊണ്ട് പൊക്കി ചുമ്മാ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കപ്പിൾ വ്ലോഗ്സിലും ചോദിക്കുന്നതൊക്കെ. അപ്പൊ അത് കാരണം ഞാൻ ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് ആദ്യമായിട്ട് കണ്ടപ്പോ വാട്ട് ഡിഡ് യു ഫസ്റ്റ് നോട്ടീസ് ഇൻ മീ? എന്നെ ഫസ്റ്റ് കണ്ടപ്പോ എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിച്ചത്? ചിരി, അടുത്തത് പിന്നെ സംസാരം. ഭയങ്കര ആക്റ്റീവാണ്. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ ഒരാളുണ്ടെന്ന് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ തോന്നി. അതെ, ഇപ്പൊ പെട്ട അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ വായ അടക്കാറില്ല, തോന്നുന്നുണ്ടോ അങ്ങനെ? അപ്പൊ എന്റെ ചിരിയാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്തത്. ഞാൻ ആകെ എനിക്ക് 4 ചെക്കന്മാരാണ് പെണ്ണാണാൻ വന്നത്. അതിൽ 4ാമത്തെ ചെക്കനെ ഞാൻ കെട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ പിന്നെ കൊറേ കണ്ടിട്ടുണ്ട്. ഞാൻ തൃശ്ശൂര് മൊത്തം കണ്ടു, പിന്നെ അടുത്ത ജില്ലയിലോട്ട് എത്തി, ലാസ്റ്റ് കോഴിക്കോട് നിന്നാണ് എന്നെ കിട്ടിയത്. അതില് താങ്കളുടെ കുറ്റബോധോ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? കുറച്ചും കൂടി കാണായിരുന്നു. നല്ല രസമാണ് പരിപാടിയാണ്. ശരി ഗൈസ്, ആ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ. ഹൂ ഈസ് യുവർ സെലിബ്രിറ്റി ക്രഷ് ആൻഡ് വൈ? ക്രഷ്, സെലിബ്രിറ്റി ക്രഷ് അത് എപ്പോ വേണമെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും തോന്നിയതോ അങ്ങനെയൊക്കെ ആവാം. സെലിബ്രിറ്റി ക്രഷ് ലൈക്ക് ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ പൂജ ഹെഗ്ഡെ എന്നിട്ടൊരു ആക്ട്രസ്, പുള്ളിക്കാരി എനിക്ക് മറ്റേ അങ്ങ് വൈകുണ്ഠപ്പെടുത്തുന്നിട്ടുള്ള ഒരു മൂവി അത് കണ്ടോളൂ ഭയങ്കര ഒരു ക്രഷ് തോന്നുന്നുണ്ട്. പക്ഷെ അഭിനയം കൊണ്ടൊന്നല്ല, പിന്നെ അങ്ങനെ അഭിനയം കൊണ്ടാണെങ്കിൽ നല്ലതായിട്ട് അഭിനയിക്കണ ഒരു അഭിനയം കൊണ്ട് എനിക്ക് നയൻതാരയാണ് ഇഷ്ടം. പക്ഷെ ഒരു ക്രഷ് ആയിട്ടൊന്നുമില്ല. പൂജ ഹെഗ്ഡേനെ ക്രഷ് അടിച്ചവൻ പൂജ സോണിനെ കെട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് ആണോ? ലൈക്ക് രസമുണ്ടോ? നല്ലതാണല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് അസ്? നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി, ലൈക്ക് വാട്ട് യു കീപ് ഇറ്റ്? എന്നാലും പെട്ടെന്ന് ഓർമ്മ ഒരെണ്ണം പറ. അത്രയും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് ഞാൻ 1 ഇയർ കൊണ്ട് കൊടുത്തത്.
അല്ല നമുക്ക് കൊറേ ട്രിപ്പുകൾ പോയിട്ടുണ്ട്. നമ്മളെ പേഴ്സണൽ ടൈമിൽ കൊറേ മെമ്മറീസ് ഉണ്ട്, കൊറേ ഉണ്ട്. ഞാൻ അതിലെല്ലാം ഉദ്ദേശിച്ചത്. ഞാനൊന്നും സെൻസർ ചെയ്യുന്നില്ല, അങ്ങനെ ഇടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, so that's it. So you have many beautiful memories, അല്ലേ? Okay. Anyways, അടുത്തത് like what do you value most in our relationship? അത് ഏതൊരു ക്വാളിറ്റിയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഏതൊരു ക്വാളിറ്റിയാണ് ഗോട്ട് തന്നെ വാല്യൂ ചെയ്തത്, അല്ലെങ്കിൽ മറ്റ് വേറൊരു കപ്പിളിനോട് സജസ്റ്റ് ചെയ്യുന്നത് ഇതെന്തായാലും നിങ്ങളുടെ ഇടയിൽ വേണം, അങ്ങനെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഇടയിൽ ഉണ്ട്, മറ്റുള്ളവരോട് പറയാനും പറ്റുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ്. ലവ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ട്. കെയർ ഉണ്ട്, ഹോണസ്റ്റി ഉണ്ട്, എല്ലാം ജെന്യുവൻ ആയിരിക്കും, എന്തും തുറന്നു പറയും, എല്ലാം അതോടുകൂടി വരും. നിങ്ങൾ ഒരു കപ്പിളാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ബി ലവ് അതന്നെ. ഓക്കെ, സോ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് നമ്മുടെ ഇടയിലുള്ള ലവ് ആണ്. അപ്പൊ ബാക്കി എല്ലാം സപ്പോർട്ടീവ് ആയിട്ട് വരും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല് എന്തിനെന്തെങ്കിലും മാറ്റം വേണം എന്ന് കൂട്ടിന് ആഗ്രഹമുണ്ടോ? Like, do you want anything, any quality of mine to get changed? Yeah, of course. കുറെ ലിസ്റ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു, അധികം പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം ഭയങ്കര നെഗറ്റീവാ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലല്ല, സ്വയം. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പോസിറ്റീവ് എത്ര വേണമെങ്കിലും കൊടുക്കും, സ്വയം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാ. അത് മാറ്റാൻ പറ്റുമോന്നറിയില്ല, അങ്ങനെയുള്ള ഒരു കഴിവായിരിക്കും. ആ കഴിവ് മാക്സിമം ഓവർകം ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിസ്സാര ഒരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ ഡെസ്പ് ആവാം, എന്തുവേണമെങ്കിലും ആവാം. അപ്പൊ എപ്പോഴും പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പുറത്ത് മാത്രം കൊടുത്താൽ മാത്രം പോരാ. അത് പിന്നെ പേടി, പിന്നെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, അമ്മയുടെ കണ്ടിട്ടുണ്ട്, ചേച്ചിക്കുണ്ട് അനാവശ്യമായിട്ടുള്ള പേടികൾ, അതുകൂടി ഉണ്ട്. അത് കണ്ടു വളർന്നാൽ അതിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നെഗറ്റിവിറ്റി മാറ്റാൻ ശ്രമിക്കാൻ കാര്യം. അതായത് പണ്ട് മുതലേ ഞാൻ മറ്റുള്ളവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കാറുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു എന്താണാവോ ഒരു സെൽഫ് ലവ് കുറവുണ്ട് തോന്നുന്നു, മേ ബി, ഐ ഡോണ്ട് നോ. ഓക്കെ, താങ്ക് യു, ഐ ട്രൈ. ഓക്കെ, അടുത്ത ചോദ്യം എന്നുള്ളത് കുറച്ച് വാട്ട് ഈസ് എ വിയർഡസ്റ്റ് ഫുഡ് കോമ്പിനേഷൻ യു ഹാവ് ട്രൈഡ്? വിയർഡസ്റ്റ് ഫുഡ് കോമ്പിനേഷൻ. ഞാൻ ആക്ച്വലി ഒരു ഫുഡി അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ ട്രൈ ചെയ്യാറില്ല. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ഓർമ്മയിലില്ല. അങ്ങനെ അയ്യോ, അത് പിന്നെ നമ്മള് കോമ്പിനേഷൻ ട്രൈ ചെയ്തല്ലോ, ഫുഡ് മൊത്തത്തിൽ. ഞാൻ മീൻ കഴിക്കാത്ത ഒരാളാണ് പൊതുവെ. സോ അവിടെ ഉണ്ടാക്കുന്ന ഏതൊരു ഫുഡിലും അവര് മീൻ എന്തൊരു സോസ് ഒഴിക്കും, അതിനൊരു മീനിന്റെ ഒരു ഫ്ലേവറാണ്. അത് എനിക്ക് തീരെ പറ്റിയില്ല. എനിക്ക് നല്ല മീൻ കഴിക്കുന്നതാണെങ്കിൽ അവർക്കും നമ്മളെ പോലെ അവിടെ എന്താ സ്പൈസസോ അങ്ങനെയൊന്നും അധികം ഇടില്ല. ബീഫൊക്കെ ജസ്റ്റ് വെറുതെ കുക്ക് ചെയ്ത് ഉപ്പിട്ട് കുക്ക് ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പൊ ഫുഡ് ബാലിയിലേക്ക് പോകുമ്പോ നമുക്ക് ഫുഡ് അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല ശരിക്കും. അല്ല, ഇപ്പൊ ചിലവർക്കൊക്കെ ഇഷ്ടമായ ആൾക്കാരുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പുതിയതായിട്ട് ഇവിടെ വന്ന് കഴിച്ച നിക്കാഹ് ബിരിയാണി. നമ്മുടെ മലയാളീസിന്റെ തന്നെയാണ്, അവര് കണ്ണൂർ ടീംസ് ആണെന്നാണ് തോന്നുന്നത്. അവരൊക്കെ ഇഡ്ഡലൻ ബിരിയാണി, നിക്കാഹ് ബിരിയാണി കുറച്ച് എക്സ്പെൻസീവ് ആണ്,
ബാംഗ്ലൂർ പിന്നെ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കേരളത്തിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ വർത്താണ്. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ബിരിയാണി മാത്രമല്ല, അതിന്റെ കൂടെ സാലഡ്, അച്ചാറ്, പപ്പടം, പായസം ഇത്രയും കിട്ടും അതിന്റെ കോംബോയില്. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പാപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മേമ അവരൊക്കെ, അവരുടെ ഫാമിലി അവരൊക്കെ വന്നു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. പോയതിനു ശേഷം അതിനെ കുറിച്ച് എന്താ പറയാൻ? അതെ, എല്ലാവരും ഉണ്ണിക്കുട്ടന്റെ ബിരിയാണി എന്ന് പറഞ്ഞ് നടക്കണം ഇപ്പൊ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്, if you could time travel, would you go to past or would you go to future? Why? Both in writing. Okay, can you tell why? Past il endina povuna? First time tell why future. Okay, I will go to future. I will see myself. Okay. പിന്നെ ഞാൻ നല്ല ബെറ്റർ ആണ്, ബെസ്റ്റ് രീതിയിലൊക്കെയാണ് വന്നെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പാസ്റ്റിലോട്ട് പോയില്ല, ഇവിടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ലൈഫോ അല്ലെങ്കിൽ ഞാൻ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പക്ഷെ ഒരു ഗ്രാൻഡ് ഫാദർ തിയറി എന്നൊരു തിയറി ഉണ്ട്. നമ്മൾ എത്ര പോയി പാസ്റ്റിൽ ചേഞ്ച് ചെയ്താലും ഫ്യൂച്ചറിൽ വരാനുള്ളത് വന്നിരിക്കും അല്ലേ? ഓക്കെ, അത് മാറിയല്ലോ എനിക്ക് എന്നെ കിട്ടിയത്. കുഴപ്പമില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. അതിലല്ല ഞാൻ മാറ്റം വരുന്നത്. ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അടുത്തത്, ഡു യു ഹാവ് എനി സീക്രട്ട് ടാലന്റ്? ആർക്കും അറിയാത്ത വലിയ ടാലന്റ് ഉണ്ടോ? അധികം ആർക്കും അറിയാത്തത്. ലീവ് ദ ഫാമിലി ബട്ട് മേബി യുവർ ഫ്രണ്ട്സ്. ഞാൻ കിഡിലിനായിട്ട് പാട്ട് പാടും. ആണോ? ഒന്നൊരു പാട്ട്. അതെല്ലാം ആർക്കും അറിയില്ല, പാടിക്കാൻ അറിയില്ല. സീക്രട്ട് ടാലന്റ് അല്ലേ അത്? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചമ്മി നാറ് ഗായ്സ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, കുട്ടി നന്നായിട്ട് വരയ്ക്കൂലേ? അത് സീക്രട്ട് ഒന്നുമല്ല. ലൈക്ക് ഞാൻ നന്നായി വരയ്ക്കുന്നൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. കമ്മിങ് അപ്പ് വീഡിയോസിൽ ഐ ഗിവ് യു സർപ്രൈസ്. ഞാൻ വരച്ച കണ്ടന്റ്സ് ഒക്കെ ഇടുന്നതാണ്. വരയ്ക്കുന്ന അത്രയോ കിട്ടുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ വെച്ച് കമ്പയർ പിന്നെ എനിക്ക് അതിന് വേണ്ടി ടൈം ചെലവഴിക്കാനുള്ളൊരു മനസ്സില്ല. സോ ഞാനൊരു നല്ലൊരു വർക്കാരനേ അല്ല. ഓക്കെ ഗായ്സ്, ഞാൻ ആക്ച്വലി ഇത്ര ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. വിഷമായോ? ഓക്കെ, സമാധാനം. ഞാൻ അധികം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തിരുന്നു, ബട്ട് നടക്കോ നടക്കില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ റാൻഡ് ആയിട്ട് അവിടെ നിന്നൊക്കെ തപ്പിയെടുത്താണ് ചോദിച്ചത്. ബട്ട് എനിവേസ് ഇറ്റ് വാസ് വെരി എന്റർടൈനിങ്. നിങ്ങൾക്കും അത് എന്റർടൈനിങ് ആയിരിക്കും എന്ന് വിശ്വസിക്കും. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എന്താ, ഈ ഒരു വർഷം പെട്ടെന്ന് പോയോ അതോ കുറേ കാലമായിട്ട് നമ്മൾ പരിചയത്തിലുണ്ടോ? എന്താണ് ഒരു ഫീൽ? അതായത് ഇവളായിട്ട് എനിക്ക് നിങ്ങളെ ഞാൻ ഒട്ടും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ലാഗോ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭയങ്കര ഇതിലായി, സിംഗിളായി. പിന്നെ പെട്ടെന്ന് പോയെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു, കഴിയാൻ പോകും. 20th ഒരു കൊല്ലം. രണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവളെ കുറേ മുമ്പ് ഉള്ള ഒരു പരിചയം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഇതാണ്, ഫ്രണ്ടാണ്. അപ്പോ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ ബൂട്ട് എന്നോട് ചോദിക്കും. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ഞാൻ അവൾക്ക് പണി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി.